കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് മൊബൈൽ ഫോൺ എത്തുന്ന വഴികൾ തേടി പോലീസ്. ഫോണുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ACP പ്രദീപൻ കണ്ണിപ്പൊയിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചു. ഒരു വർഷത്തിനിടെ സെൻട്രൽ ജയിലിലെ തടവുകാരിൽ നിന്ന് ഐഫോൺ ഉൾപ്പെടെ 30 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. സംഭവത്തിൽ 14 കേസുകളും ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തു. തടവുകാരുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടിവരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചത്. മൊബൈൽ ഫോണുകൾ മാത്രമല്ല, ചാർജറുകൾ, ഇയർഫോണുകൾ, പവർ ബാങ്ക് എന്നിവയും കണ്ടെത്തിയിരുന്നു. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ജയിൽ DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 3 സ്മാർട്ട് ഫോണുകളാണ് കണ്ടെത്തിയത്. കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദസ്വാമി ജയിലിൽ മൊബൈൽ ഫോണുകൾ സുലഭമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് മൊബൈൽ ഫോണുകൾ എത്തുന്ന വഴിയടയ്ക്കാൻ പോലീസ് തീരുമാനിച്ചത്. സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരി ഉത്പന്നങ്ങളും മതിൽ വഴി എറിഞ്ഞുകൊടുക്കുന്ന 3-അംഗ സംഘത്തെ കഴിഞ്ഞ മാസം ടൗൺ പോലീസ് പിടിച്ചിരുന്നു. ഒരേറിന് 1000 രൂപ വരെ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. തടവുകാരുടെ സുഹൃത്തുക്കൾ വഴിയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പെട്ട തടവുകാർക്ക് ഇത്തരം സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജയിലിനകത്ത് എത്തിക്കുന്ന മൊബൈൽ ഫോണുകൾ തടവുകാർ രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുന്നതും സാഹസികമായിട്ടാണ്. 6-ാം ബ്ലോക്കിന് സമീപത്തെ തെങ്ങിന് മുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ വരെ മൊബൈൽ ഫോണുകൾ ജയിലധികൃതർ കണ്ടെത്തിയിരുന്നു. രാത്രി പരിശോധനയ്ക്കിടെ തെങ്ങിന് മുകളിൽ പ്രകാശം കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് 3 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.